നിങ്ങൾ മൊബൈൽ ഹോൾഡറൊക്കെ മേടിക്കുമ്പില്ലേ ഇങ്ങനത്തെ ടൈപ്പ് മേടിക്കരുത് കേട്ടോ. അത്യാവശ്യം നിങ്ങൾ കറു പോകുന്ന ടൈപ്പ് മേടിക്കണം. ഇവിടെ നിന്ന് മൊബൈൽ ചാടിപ്പോവും, കട്ട ചാടിയാല. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡിലൊക്കെ പോകുമ്പോൾ ഒരു ഹമ്പ് ചാടിയാൽ അത് തെറിച്ചു പോകും മൊബൈൽ. ഞാൻ ഈ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് മൊബൈൽ വെക്കും, എന്നിട്ടും എന്നെ തെറിച്ചു കൊടുക്കും. ഞാൻ വേറെ പുതിയൊരു സാധനം മേടിച്ചിട്ടുണ്ട്, റെഡിച്ചിന്ന്. ഇങ്ങനത്തെ ടൈപ്പ് വെക്കാം, അതാകുമ്പോൾ സേഫായിട്ടിരുന്നു മൊബൈൽ. നമ്മൾ 10-30,000 രൂപ മൊബൈൽ വിലയൊക്കെ കുറഞ്ഞ് ചീപ്പായിട്ട് മേടിക്കണ മൊബൈൽ ഹോൾഡറിലേക്ക് വെച്ചിട്ടില്ല. പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം തന്നെ മേടിക്കുന്ന ആള് തോട്ടിയും കൂടി മേടിക്കണം. അത്യാവശ്യം നല്ല മൊബൈൽ ഹോൾഡർ തന്നെ വെക്കാം. നമ്മുടെ ഡെലിവറി ജോലിക്കൊക്കെ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിലേ നമുക്ക് എന്തായാലും നല്ലൊരു മൊബൈൽ ഹോൾഡർ വേണം. അല്ലാന്നുണ്ടെങ്കിൽ പണിയാണ്. നമ്മളിപ്പോൾ മൊബൈൽ ഇങ്ങനെ റൂട്ട് നോക്കി പോകുന്ന ടൈമിൽ ഇപ്പോൾ കട്ടർ അല്ലെങ്കിൽ ഹമ്പൊക്കെ വരുമ്പോൾ മൊബൈൽ നോക്കണം, നേരെ റോഡും നോക്കണം. മൊബൈൽ തെറിച്ചോ എന്നുള്ള പേടിയും ഉണ്ടാവും, അതേസമയം നമുക്ക് റോഡും കാണണം. ഇപ്പോൾ നല്ലൊരു മൊബൈൽ ഹോൾഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ പണിയാണ്. എനിക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് പൈസ ലാഭിക്കാൻ നോക്കുമ്പോൾ എപ്പോഴും കൂടുതൽ പൈസ പോകും. അതാണ് എനിക്ക് സ്ഥിരം സംഭവിക്കാറുള്ളത്. കാരണം ഞാൻ ഇപ്രാവശ്യം മുൻകൂട്ടി കണ്ട് നല്ലൊരു മൊബൈൽ ഹോൾഡർ മേടിച്ച് വെച്ചു.